വെൽക്കം ബാക്ക് ടു സ്പൈസി ഡിലൈറ്റ്സ്. നമ്മുടെ ഓണ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കയറി കണ്ടു നോക്കണേ. എപ്പിസോഡ് 1ഉം 2ഉം 3ഉം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി. മാങ്ങ സീസണൊക്കെ കഴിഞ്ഞു, എന്നാലും ആരുടെങ്കിലും കയ്യിലൊക്കെ മാങ്ങ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മിസ്സാക്കരുത് ഈ ഒരു റെസിപ്പി കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അതേപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ അടുത്തേക്ക് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നാട്ടുമാങ്ങ മുഴുവനോടെ ചേർക്കാം, കാരണം ചെറിയ മാങ്ങയല്ലേ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളത് കേട്ടോ. നാട്ടുമാങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചേർക്കാം കേട്ടോ. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, ഒരു 6 എണ്ണം കുരുമുളക്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചു കൊണ്ടുവരണം കേട്ടോ. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ മാമ്പഴം. ഇതിലേക്ക് ഇനി നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ തൈരിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒന്ന് ചൂടായാൽ മതി, തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് വറവിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വറവിന് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വറവും അരപ്പും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി മണമാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും അടിപൊളി മണമാണ് കേട്ടോ.
മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ തയ്യാറാക്കാൻ? വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീട്ടിൽ വരുന്നവരൊക്കെ വരികയാണെങ്കിൽ അവരെയും ഞെട്ടിക്കാം, നിങ്ങൾക്കൊരു കോംപ്ലിമെൻ്റ് ആയിക്കോട്ടെ അല്ലേ. നല്ല ചൂട് ചോറ്, കുത്തരിച്ചോറ് തന്നെ ആയിക്കോട്ടെ. നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ച് പപ്പടം കൂട്ടി ഒന്ന് കഴിക്കുന്നൊന്ന് ആലോചിച്ച് നോക്ക്. വയൽ കപ്പലൊടിക്കാനുള്ള വെള്ളമല്ലേ. അയ്യടാ, ഇരുന്ന് കൊതി വിടാതെ അങ്ങ് ഉണ്ടാക്കി നോക്ക് കേട്ടോ. നമ്മുടെ ചാനലിൽ ഓണ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓണ സീരീസിലെ ഓരോരോ എപ്പിസോഡ് മിസ്സാവാതെ കാണണേ. ഓൾറെഡി ഞാൻ എപ്പിസോഡ് 1ഉം 2ഉം 3ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുള്ളത് പരിപ്പ് കറിയാണ്. നമ്മുടെ സദ്യ സ്റ്റൈൽ പരിപ്പ് കറിയുടെ റെസിപ്പിയും നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള പരിപ്പ് കറിയാണ്. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടുള്ളത് സാമ്പാർ, മൂന്നാമത്തെ എപ്പിസോഡായിട്ടുള്ളത് നമ്മുടെ അവിയലും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളതും കൂടി ഒന്ന് കണ്ടു നോക്കി അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിന് മാങ്ങ സീസണൊക്കെ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും ആരുടെങ്കിലും കയ്യിലൊക്കെ പഴുത്ത മാങ്ങ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ടിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാനും കൂടെ ഓണ സീരീസിൻ്റെ ഓരോ എപ്പിസോഡുകളും മിസ്സാവാതിരിക്കാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് മാത്രം പോരാ, കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മാമ്പഴപ്പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻസിലൂടെ പറയാം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും റെസിപ്പീസൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസിപ്പിയും അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി ഓണവിഭവമായി അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.